IPO. മുത്തൂറ്റ്, മനപ്പുറം, പോപ്പുലർ വെഹിക്കിൾസ്, ഫാക്ട് തുടങ്ങി കേരളത്തിലെ കമ്പനികളൊക്കെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിംഗിൽ എത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് IPO. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിന്റെ ഷെയർസ് പബ്ലിക്കിന് വിൽക്കാൻ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് വെറും ഒരു ഫണ്ട് റേസിംഗ് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി സീൻ ആസ് എ ഫണ്ടമെന്റൽ ഷിഫ്റ്റ് ടുവേർഡ്സ് കോർപ്പറേറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. സാധാരണ കമ്പനികൾ ഗ്ലോബൽ ബ്രാൻഡുകളായി മാറുന്ന ഈ പ്രോസസ്സിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും കോംപ്ലക്സ് ലീഗൽ ഫ്രെയിംവർക്കും ഉണ്ട്. Regulatory framework, SEBI and compliance. ഇന്ത്യയിൽ ഒരു IPO വരണമെങ്കിൽ SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിരിക്കണം. ഇതിൽ ഏറ്റവും പ്രാധാന്യം എലിജിബിലിറ്റി നോംസ് ആണ്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, നെറ്റ് വർത്ത്, ബിസിനസ് ഹിസ്റ്ററി എന്നിവ SEBI പരിശോധിക്കുന്നു. ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഒരു IPOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണിത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, റിസ്ക് ഫാക്ടേഴ്സ്, യൂട്ടിലൈസേഷൻ ഓഫ് മണി എന്നിവയെല്ലാം ഇതിലുണ്ടാകും. അപ്രൂവൽ പ്രോസസ് ഈ ഡ്രാഫ്റ്റ് SEBI പരിശോധിച്ച് ആവശ്യമായ ചേഞ്ചസ് സജസ്റ്റ് ചെയ്യുന്നു. പബ്ലിക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുകയാണ് SEBIയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ദി ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് റോൾ ഓഫ് അക്കൗണ്ടൻസ് ഒരു IPOയുടെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടുത്തെ അക്കൗണ്ടിംഗ് ടീമാണ്. ഇതാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. GAAP ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ IFRS കൺവേർഷൻ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ ഫോളോ ചെയ്യുന്ന ലോക്കൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് മാറി ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലേക്ക് അക്കൗണ്ട്സ് മാറ്റേണ്ടതുണ്ട്. റീസ്റ്റേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞ 3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റീസ്റ്റേറ്റ് ചെയ്ത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യണം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കമ്പനീസ് ഇന്റേണൽ ഓഡിറ്റിംഗ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. വാലുവേഷൻ ആൻഡ് പ്രൈസിംഗ് ഡിറ്റർമിനിംഗ് ദ പ്രൈസ് ഓഫ് എ ഷെയർ ഇസ് നോട്ട് എ സിമ്പിൾ കാൽക്കുലേഷൻ. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ഡിസിഷൻ ബേസ്ഡ് ഓൺ സെവറൽ വേരിയബിൾസ്. പ്രൈസ് ബാൻഡ് കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, മാർക്കറ്റ് കണ്ടീഷൻ, പിയർ ഗ്രൂപ്പ് കമ്പനികളുടെ പെർഫോമൻസ് എന്നിവ അനലൈസ് ചെയ്താണ് പ്രൈസ് ബാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അണ്ടർറൈറ്റേഴ്സ് IPO പൂർണ്ണമായും വിറ്റുപോകാത്ത സിറ്റുവേഷനിൽ ആ ഷെയർസ് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഇവ. They conduct extensive due diligence to ensure the company is valued accurately. The listing and post-IPO responsibilities. SEBIയുടെ അപ്രൂവലും ബൈൻഡിംഗ് പ്രോസസ്സും കഴിഞ്ഞ് ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നു. ഇതോടെ കമ്പനി കംപ്ലീറ്റ്ലി ഒരു പബ്ലിക് എൻറ്റിറ്റിയായി മാറുന്നു. ലിസ്റ്റിംഗിന് ശേഷം ക്വാർട്ടർലി ഫിനാൻഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിനോട് മറുപടി പറയുക തുടങ്ങിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് കമ്പനികൾക്കുണ്ടാകും. An IPO is a milestone that marks a new beginning for a company. വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നേടുന്നതിനോടൊപ്പം തന്നെ വലിയ റെസ്പോൺസിബിലിറ്റീസും അത് നൽകുന്നു. Thanks for watching.